ഇനി മാസപ്പടി കേസിലേക്ക് പോയാൽ എക്സാലോജിക്കിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി ഇന്നിപ്പോൾ പരിഗണിക്കുന്നുണ്ട്. എക്സാലോജിക് കമ്പനി കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാണ് ഹർജിക്കാരനായ ഷോൺ ജോർജ് നൽകിയ ഹർജിയിൽ പറയുന്നത്. കമ്പനിക്ക് വിദേശത്തെ അക്കൗണ്ട് ഉണ്ട് എന്നും ഷോൺ ജോർജ് ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. ഷപ്ന സിയാദ് ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. ഷപ്ന, ഇന്നിപ്പോ ഈ എക്സാലോജിക് കമ്പനി കള്ളപ്പണ ഇടപാട് നടത്തിയെന്ന ഷോൺ ജോർജിന്റെ ആരോപണം അതിപ്പോ കോടതി പരിഗണിക്കുന്നുണ്ട്. എപ്പോഴാവും ഈ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുക? എന്തൊക്കെയാവും ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കോടതിയിൽ നിന്നും? സേതുലക്ഷ്മി, അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ ഹർജിയും അതോടൊപ്പം തന്നെ KSIDC നൽകിയ ഹർജിയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് TG രവിയുടെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ ഹർജിയിൽ പ്രധാനമായും ഇന്നലെ ഒരു ഉപഹർജിയും നൽകിയിട്ടുണ്ട്. ഈ ഉപഹർജിയിൽ അദ്ദേഹം ആരോപിക്കുന്നത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണ ജോർജ് വിദേശത്ത് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ എക്സാലോജിക് കമ്പനി വിദേശത്ത് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നുണ്ട്, അത്തരത്തിലൊരു വിവരം തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കള്ളപ്പണ ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നാണ് മറ്റൊരു ആരോപണം. ഇതിൽ അന്വേഷണം വേണം എന്നൊരാവശ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ നൽകിയ ഹർജിയിൽ SFIO അന്വേഷണം വേണം എന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നു. അത് പരാതി നൽകുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാരിന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണത്തെ ചോദ്യം ചെയ്താണ് KSIDC ഹർജി നൽകിയിട്ടുള്ളത്. ഈ രണ്ട് ഹർജികളും ഇന്ന് കോടതി പരിഗണിക്കും. KSIDCയുടെ ഹർജിയിൽ ഇന്ന് വാദമായിരിക്കും കേൾക്കുക. ഷോൺ ജോർജിന്റെ ഹർജിയിൽ സിംഗിൾ ബെഞ്ച് എന്ത് തീരുമാനം എടുക്കും എന്ന് നമുക്ക് ഏകദേശം ഉച്ചയോടെ അറിയാൻ സാധിക്കും. ശരി ഷപ്ന.